SSLC പരീക്ഷയ്ക്ക് ഒന്നും പഠിച്ചില്ല, അല്ലെ പഠിച്ചൊക്കെ പ്രോപ്പറായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇടയ്ക്ക് വെച്ച് നിർത്തി, അല്ലെങ്കിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്, പക്ഷേ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല. ഇങ്ങനെയാണ് നിങ്ങളുടെ സ്ഥിതിയെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫുൾ A+ നിങ്ങളുടെ കയ്യിൽ തന്നെ വന്ന് നിൽക്കും. ഫസ്റ്റ് കാര്യം നിങ്ങൾ ആലോചിക്കുന്നത്, സാർ ഇപ്പോൾ പഠിച്ച് തുടങ്ങിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യങ്ങൾ ഇതുവരെ ആയി, ഇനി പരീക്ഷ ആവാനായി, ഇനി പഠിച്ചു തുടങ്ങിയാൽ എനിക്ക് ഫുൾ A+ലേക്കോ പോട്ടെ ഒരു A എങ്കിലും വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ? ആൻസർ വളരെ സിമ്പിളാണ്, തീർച്ചയായിട്ടും പറ്റും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഏതാണ്ട് ഒരു 2 മാസമുണ്ട്. 2 മാസം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 60 ദിവസമാണ്. 60 ദിവസം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 1440 മണിക്കൂറാണ് ഏതാണ്ട് വരുന്നത്. അതിൽ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ കഷ്ടപ്പെട്ട് 2 മണിക്കൂർ പഠിച്ചാൽ തന്നെ നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കും? 120 മണിക്കൂർ. അതായത് 1440 മണിക്കൂർ നിങ്ങൾ വെറും എത്ര പഠിച്ചാൽ മതി? 120 മണിക്കൂറിൽ കുറവ് പഠിച്ചാൽ മതി. അതായത് 10-1 പഠിച്ചാൽ മതി. നിങ്ങൾ ആ 10-1 പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. നിങ്ങൾ എത്ര ഉഴപ്പനാണെങ്കിലും, നിങ്ങൾക്ക് എത്ര പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് അത് പറ്റും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനിയും സമയം ബാക്കിയുണ്ട്. കോൺഫിഡൻസ് പോയിട്ട് ഒരു സാധനവും നിങ്ങൾ ലൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇനിയും പറ്റും. ഓക്കെ, ആ കാര്യം ഫസ്റ്റ് മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം, എപ്പോഴാണ് നിങ്ങൾ പേടിക്കേണ്ടത്? എപ്പോഴാണ് നിങ്ങൾ ഹോപ്പൊക്കെ ലൂസ് ചെയ്യേണ്ടത്? പരീക്ഷേൻ്റെ 2 ആഴ്ച മുമ്പോ അല്ലെ 1 ആഴ്ച മുമ്പാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്, അല്ലെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ കുറേ ആലോചിച്ചൊന്നും കാര്യമില്ല. പക്ഷേ ഇപ്പം കറക്റ്റ് ടൈമാണ്. അതൊരു സിമ്പിൾ പ്രൂഫോടെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് കാര്യം മനസ്സിലായി, എന്താ ചെയ്യണം? കോൺഫിഡൻസ് ലൂസ് ചെയ്യാതെ പഠിച്ച് തുടങ്ങാൻ റെഡിയാവാം, മനസ്സ് റെഡിയാക്കാം. ഓക്കെ, ഇനിയാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. കോൺഫിഡൻസ് ഒക്കെ റെഡിയായി, അത് വെറുതെ കോൺഫിഡൻസ് ആക്കി വെച്ചിട്ട് കാര്യമില്ല, അത് നമ്മൾ യൂസിലാക്കണം, എക്സിക്യൂട്ട് ചെയ്യണം. എങ്ങനെ? നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൻ്റെ ഈ സൈഡിലോ ആ സൈഡിലോ മേലെ നിങ്ങൾക്ക് ഇപ്പോൾ പ്ലേലിസ്റ്റുകൾ വരും. നമ്മുടെ എക്സാമിനർ SSLC ചാനലിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിൻ്റെ ഒക്കെ പ്ലേലിസ്റ്റുകൾ, ക്ലാസ്സുകൾ എടുത്തതിൻ്റെ പ്ലേലിസ്റ്റുകളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാം പോയി ബൈ ഹാർട്ട് ചെയ്യണം, വേണ്ട. നിങ്ങൾ ആ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് എടുക്കുക, എന്നിട്ട് ആ ചാപ്റ്റേഴ്സിലൂടെയൊക്കെ പോവുക. ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, സെക്കൻഡ് ചാപ്റ്റർ ഉണ്ട്, നിങ്ങൾ ആ പേരൊക്കെ നോക്കുക, എവിടെ വരെ എത്തി എന്നൊക്കെ നോക്കി നിങ്ങളൊന്ന് ഫെമിലിയറൈസ് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയൊക്കെ നടന്നിട്ടുണ്ട്, ഇതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്നൊക്കെ ഒരു ഐഡിയ ഒക്കെ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബിഗ്ഗർ പിക്ചർ. ഞാൻ ഇത്രയും പഠിക്കാനുണ്ട്, ഇത്രയും കാര്യങ്ങൾ നടക്കാനുണ്ടെന്നൊക്കെ മനസ്സിലാവും. എന്നിട്ട് നിങ്ങളൊരു സിമ്പിൾ പ്ലാൻ ഉണ്ടാക്കുക. നിങ്ങൾ ലെറ്റ്സ് ഇന്ന് സൺഡേ ആണ്, നാളെ മൺഡേ ആണല്ലോ. അപ്പം നാളെ ഞാൻ ഈ ഫസ്റ്റ് ചാപ്റ്റർ, മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ പഠിക്കുന്നല്ല, കാണും. അലൻ സാറിൻ്റെ ആ വീഡിയോ 1 മണിക്കൂറിൽ 1.25 മണിക്കൂറിന് 1 ഷോർട്ട് ക്ലാസ് കാണും, കണ്ടിരിക്കും, വേറെ ഒന്നുമില്ല, ഞാൻ ഫുൾ കാണും. അപ്പോൾ മനസ്സിലായില്ലേ ഞാൻ പഠിച്ചു തീർക്കുമോ, ഫോർമുല ബൈ ഹാർട്ടാവോ ഒന്നുമല്ല, ഞാൻ കാണും മൊത്തം. അപ്പം നിങ്ങൾ മൺഡേ ഇരുന്നത് അത് കാണും. എന്നിട്ട് കണ്ട് കഴിഞ്ഞിട്ട്, കാണുമ്പോൾ തന്നെ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുണ്ടാവും. അതിപ്പോൾ നിങ്ങളൊരു ലക്ഷ്യ ബാച്ച് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് ഓബ്വിയസ്ലി നമ്മുടെ ആപ്പിൽ ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കി കുറേ ചോദ്യങ്ങൾ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ നമുക്ക് എക്സാമിനറിൻ്റെ ബുക്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, ബോബി ബുക്സിൻ്റെ എക്സാമിനർ ബുക്സ് നിങ്ങൾക്കറിയാം, അത് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതൊന്ന് കുറേ ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട്, അത് പ്രാക്ടീസ് എടുക്കാം. ഇനി അത് രണ്ടും ഇല്ല എങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ സ്കൂളിലെ നോട്ട്സോ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർ എന്ന ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് എന്താണ് പ്രാക്ടീസ് ചെയ്താൽ ആ ചാപ്റ്റർ അവിടെ തീർന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മാത്സിൽ ഒരു ദിവസം ഒരു ചാപ്റ്റർ തീർത്തു, അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു, അവിടെ കോൺക്രീറ്റ് ആയി. ഇനി അടുത്ത ദിവസം എന്താ? ഫിസിക്സിൻ്റെ ഒരു വീഡിയോ കാണുക, പഠിക്കുകയല്ല, കാണുക, എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫസ്റ്റ് വീക്ക് 7 ദിവസം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരാഴ്ച കൊണ്ട് 7 ചാപ്റ്റർ തീർന്നു. പിന്നെ മനസ്സിലാക്കേണ്ടത് 7 ദിവസം വർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, എല്ലാ ദിവസവും ഒരു 2 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ പരിപാടിയുടെ ഇടയിൽ 2 മണിക്കൂർ നിങ്ങൾ ഇതിന് മാറ്റി വെക്കുക. 1.5 മണിക്കൂർ ക്ലാസ് കാണാനും ഒരു 1/2 മണിക്കൂർ അതിൻ്റെ ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്താൽ അങ്ങനെ 7 ദിവസം കൊണ്ട് എത്ര ചാപ്റ്റർ കഴിഞ്ഞു? 7 ചാപ്റ്റർ കഴിഞ്ഞു. 7 ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു, തീർന്നു. പിന്നെ പഠിക്കണ്ട, പിന്നെ അവസാനം റിവിഷൻ ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ കഴിഞ്ഞു, 7 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വീക്ക് എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് വീക്ക് നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക. നിങ്ങൾ 7 ചാപ്റ്റേഴ്സ് ഈ 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റിയാൽ ആ കോൺഫിഡൻസ് മതി നിങ്ങളെ കൊണ്ട് തന്നെ, നിങ്ങൾ തന്നെ പ്ലാൻ ഉണ്ടാക്കാൻ. ഓക്കെ, പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരാഴ്ച വന്നിട്ട് ഇങ്ങനെ പഠിക്കണം എന്ന് പറയണം. നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇങ്ങനെയാണ് ഒരു ഇത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പഠിക്കാൻ പറ്റും, 2.5 മണിക്കൂർ പഠിക്കാൻ പറ്റും, 3 മണിക്കൂർ പഠിക്കാൻ പറ്റും, നിങ്ങൾ അത് പഠിക്കുക. കുറച്ചും കൂടി ചാപ്റ്റേഴ്സ് പഠിക്കുക. നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 മണിക്കൂർ പറ്റില്ല, 1.5 മണിക്കൂറാണ് നിങ്ങൾക്ക് പറ്റുള്ളൂ, നിങ്ങൾ അങ്ങനെ ആക്കുക. അപ്പം നിങ്ങൾക്ക് ആ 7 ചാപ്റ്റർ നിങ്ങളുടെ കൈകളിലായാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റാമെന്ന്. പിന്നെയുള്ള പ്ലാനൊക്കെ നിങ്ങൾ തന്നെ സ്വന്തം ഉണ്ടാക്കിക്കോളും, പിന്നെ ഞങ്ങൾ വന്നിങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതിന് ഉള്ളൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആയിട്ട് നിങ്ങൾ ഈ ഫസ്റ്റ് 7 ദിവസം നിങ്ങൾ യൂസ് ചെയ്യുക. അതിനുശേഷം പിന്നെ നിങ്ങൾ നിങ്ങളുടെ മാസ്റ്ററായി നിങ്ങൾ തന്നെ ചെയ്യുക. ഈ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു പോവുക. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വന്ന് കുറച്ച് മോട്ടിവേഷനൊക്കെ തരും. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വെറുതെ ചവറ് പോലെ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മൾ 7 ദിവസം പഠിച്ചു. ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മൾ ഫസ്റ്റ് ദിവസം പഠിച്ച അരിത്മെറ്റിക് സീക്വൻസിലെ ഇന്ന ക്വസ്റ്റ്യൻ, ജനറൽ ടേമിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും അല്ലേ. പഠിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് എപ്പോഴും ഓർത്ത് വെക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല.
അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് റിസോൾവ് ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്. നിങ്ങൾ ആ ഫസ്റ്റ് വീക്ക് പഠിച്ചു, എന്നിട്ട് നിങ്ങൾ ഒരു ദിവസം നെക്സ്റ്റ് വീക്കിൽ ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് റിവിഷൻ, ആ 7 ചാപ്റ്റേഴ്സിൻ്റെ റിവിഷന് വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ റിവിഷന് വേണ്ടി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ഒന്നെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സാമിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ 1 ഷോട്ട് സീരീസിൽ നോട്ട്സ് നിങ്ങൾക്ക് തരാറുണ്ട്, ടെലിഗ്രാം ചാനൽ തരാറുണ്ട്, നിങ്ങളുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം ഉണ്ട്, അതിൽ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് തരാറുണ്ട്. നിങ്ങൾ ആ നോട്ട്സ് വെച്ചൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടില്ല. ഇനി നോട്ട്സ് വെച്ചിട്ട് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഇല്ല പ്ലേലിസ്റ്റിൽ ആ ചാപ്റ്ററിൻ്റെ വീഡിയോ എടുത്ത് വെക്കുക, വലിയ 2x ഇട്ട് പെട്ടെന്ന് കാണാം. അറിയാത്ത ടോപ്പിക്സ് മാത്രം പെട്ടെന്ന് കണ്ടു, അതോടെ റിവിഷൻ കഴിഞ്ഞു. ആ 7 ചാപ്റ്റേഴ്സ് നമ്മുടെ മനസ്സിൽ സോളിഡായി. അപ്പോൾ റിവിഷൻ എന്നുള്ള കാര്യം ഇഗ്നോർ ചെയ്യരുത്. വെറുതെ ഇങ്ങനെ കുറേ ചാപ്റ്റർ പഠിച്ചുകൊണ്ട് എവിടെ എത്താൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ബയോളജി, സോഷ്യൽ സയൻസ് പോലെ ഓർത്തിരിക്കേണ്ട സബ്ജക്ട്സിൽ നിങ്ങൾക്ക് റിവിഷൻ നിർബന്ധമാണ്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? റിവിഷൻ വെക്കുക. അപ്പം ആദ്യമൊക്കെ ഒരു 7 ചാപ്റ്റർ കഴിഞ്ഞിട്ട് വെക്കുക. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് 3 ചാപ്റ്റേഴ്സോ 4 ചാപ്റ്റേഴ്സോ കഴിയുമ്പോൾ റിവിഷൻ ചെയ്യുക. പിന്നെ ആ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ചാപ്റ്റേഴ്സിനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്തു. അപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ ചെയ്താൽ മറക്കില്ല. ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ അലക്സ് സാർ പറഞ്ഞ പോലെ റിവിഷൻ ഇമ്പോർട്ടൻ്റ്. അത് ലാസ്റ്റ് ആഴ്ച സ്കൂളിൽ നിന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ചെയ്യണമെന്നില്ല, ഇപ്പോഴേ തുടങ്ങിക്കോ. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ കോൺക്രീറ്റ് ആയത് അവസാനം ഫുൾ A+ ഗ്യാരണ്ടിയില്ല. ഇനി നമ്മൾ ലാസ്റ്റ് ഒരു സിമ്പിൾ കാര്യം കൂടി. നിങ്ങൾ ഈ ലൈവ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്ലാസ് വന്ന് കാണുമ്പോൾ നിങ്ങളൊരു ബുക്കും പെന്നും എടുക്കുക. നിങ്ങൾ ബുക്കും പെന്നും എല്ലാം എടുത്ത് ബോട്ടിൽ അങ്ങനെ ഫുൾ സെറ്റപ്പ് ഒന്നും വേണ്ട. നിങ്ങളൊരു ബുക്കും പെന്നും എടുക്കുക. എന്നിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നത്, നിങ്ങൾക്കറിയാലോ അലക്സ് സാർ അർച്ചന മിസ് ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറയും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ചിലപ്പോൾ സമ്മിൻ്റെ ഫോർമുല ആയിരിക്കും, അത് എഴുതി വെക്കുക. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ തലയിലേക്ക് തന്നെ രജിസ്റ്റർ ആവും. ഓക്കെ, ഇനി നിങ്ങളിത് 2 ആഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫോർമുല എല്ലാം ഓർമ്മ വരും. അന്നെടുത്ത ക്ലാസ് ഇങ്ങനെ തലയിൽ ചെറുതായിട്ട് സ്പാർക്ക് അടിക്കും. പിന്നെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് തലയിൽ ക്ലിക്ക് ആവും. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിന് വരുമ്പോൾ എന്താണേലും 2 മണിക്കൂറൊക്കെ ഇരുന്ന് കാണുന്നുണ്ടല്ലോ, എന്നിട്ട് ലൈക്കും ഫയർ ഇമോജി ഒക്കെ ഇരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആ നോട്ട്സ് ഒക്കെ ഒന്ന് എഴുതുക. കുറച്ചൊക്കെ മതി, ഫുൾ നോട്ട്സ് ഒന്നും വേണ്ട. അത് തന്നെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ അലൻ സാർ പറഞ്ഞ കാര്യത്തിന് ഭയങ്കര യൂട്ടിലിറ്റി ഉണ്ട്. കാരണം നിങ്ങൾ 2 കാര്യം ആലോചിക്കണം. നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവില്ല, നിങ്ങൾ ആ ക്ലാസ്സിൽ ഇൻവോൾവ് ആയിരിക്കും, നിങ്ങൾ അത് എന്തെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എഴുതുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒബ്വിയസ്ലി മെമ്മറിയിൽ പതിയും. അത് മാത്രമല്ല നിങ്ങൾക്ക് ടഫായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുണ്ടാവില്ല പെട്ടെന്നൊരു കാര്യം. ഇപ്പോൾ സമ്മിൻ്റെ ഫോർമുല ആയിക്കോട്ടെ, ജനറൽ ടേമിൻ്റെ ഫോർമുല ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് മനസ്സിലായെങ്കിൽ നിങ്ങൾ ആ 2-3 പ്രാവശ്യം ക്ലാസ്സിനിടയിൽ തന്നെ എഴുതുക. അതോടെ തീർന്നു. ഓക്കെ, അതോടെ തീർന്നു. പിന്നെ വേറൊരു സജഷൻ ഞാൻ പറയാം, നിങ്ങൾ ക്ലാസ്സിൽ ഇൻവോൾവ് ആവുക, നോട്ട്സൊക്കെ എഴുതുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചാറ്റിലും മാക്സിമം ആക്റ്റീവ് ആവും. കാരണം ചാറ്റിൽ നിങ്ങൾ മനസ്സിലായി എന്ന് പറയുമ്പോഴൊക്കെ ഗുണം എന്താണ്? ഒബ്വിയസ്ലി നിങ്ങൾക്ക് ആ മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ആ ഓർമ്മയുണ്ടാവും, നിങ്ങളെ മനസ്സിലായി എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ കുറച്ച് ഇവൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവും. ഓക്കെ, അതുവഴി നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അത് മാത്രമല്ല, ഇത് കാണുമ്പോണ്ടല്ലോ എടുക്കുന്ന ആൾക്ക് എന്താണ് കുറച്ച് സന്തോഷം വരും. ഓക്കെ, അവർ കുറച്ചുകൂടി നല്ലോണം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തോന്നും. അപ്പോൾ നിങ്ങൾ മനസ്സിലായെങ്കിൽ സാർ മനസ്സിലായി, ഇത്രയും ഭംഗിയായിട്ട് ഈ കാര്യം ഇതുവരെയായിട്ട് ആരും പറഞ്ഞു തന്നില്ല, സാറ് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ മിസ്സ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ എടുക്കുന്ന ടീച്ചർ ഉണ്ടാകുന്ന സന്തോഷം വേറെ ലെവലായിരിക്കും. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവർ ഒന്നും കൂടി ലെവൽ കൂട്ടി ക്ലാസ് എടുത്തു തരാൻ ആ ഒരു മനസ്സ് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ഇൻവോൾവ് ആവുക. നിങ്ങൾ ബാക്കോട്ട് ഇങ്ങനെ ഒഴിഞ്ഞ് നിൽക്കാതെ കുറച്ച് എന്താണ് ഒന്ന് പ്രൊആക്റ്റീവായിട്ട്, എക്സാമിൻ്റെ സ്റ്റുഡൻസ് ഒക്കെ അല്ലേ കുറച്ച് പവറൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഇൻവോൾവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ വളരെ സിമ്പിളായിട്ട് പറയാം, ആ ഫുൾ A+ ഇല്ലേ നിങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ കരുതിക്കൊണ്ടിരിക്കുന്ന, ഡ്രീമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന, അതിങ്ങോട്ട് പോരും. ഓക്കെ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ആ ഫുൾ A+ കിട്ടിയില്ലേ, പിന്നെ എത്ര കാര്യങ്ങൾ ചെയ്തിട്ടാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ തന്നെ കൺവിൻസ്ഡ് ആവുക, ഇത്ര കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷേ ഇത് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യണം. നിങ്ങളെ കൊണ്ട് പറ്റും, എല്ലാവരെയും കൊണ്ട് പറ്റും. എല്ലാ വർഷവും ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഈ രീതിയിൽ തന്നെയാണ് ഫുൾ A+ വാങ്ങിയത്, അല്ലാണ്ട് മാജിക് ഒന്നുമല്ല. അപ്പം നിങ്ങളിത് കറക്റ്റായിട്ട് ചെയ്താൽ ഫുൾ A+ കിട്ടും. ഇതല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് ആ ഫുൾ A+ കിട്ടുക എന്നും കൂടി ആലോചിക്കുക. എന്നിട്ട് ഫുൾ പവറിൽ പഠിക്കുക, ക്ലാസ്സിൽ വന്നിരിക്കുക, മാക്സിമം ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ്സ് അടിക്കണമെങ്കിൽ കമൻറ്റ്സ് അടിക്കുക. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ. സൈനിങ് ഓഫ്, അലൻ സാർ ആൻഡ് അലക്സ് സാർ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അതപ്പോൾ നിങ്ങൾ അതപ്പോൾ നിങ്ങൾ